ATM കാർഡ് മെഷീനിൽ കുടുങ്ങിപ്പോയി, ഒരു രക്ഷയില്ല. ഇനി പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ സെൻറ്റർക്ക് വിളിച്ചു പറയണം, ടോൾ ഫ്രീ നമ്പർക്ക് വിളിക്കണം, ബോസിന് വിളിച്ചു പറയണം, അല്ലെ പൈസ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ചിന്തിക്കൂലേ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ചിലപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ആ കാർഡിൻ്റെ വൈഫൈ ഉണ്ടാകും. ആ വൈഫൈ ഒരുപക്ഷെ ആർക്കെങ്കിലും ആ കാർഡ് തിരിച്ചെത്തിയെന്ന് വെച്ചാൽ കുടുങ്ങിയില്ല, പിന്നെ ആര് വൈഫൈ വെച്ച പൈസ ഒക്കെ അടിച്ചുകൊണ്ടു. കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട്. അവിടെ ATM കാർഡിന് എന്താ പറയുക? ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ യൂട്യൂബിൽ ഒരാളുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ സംശയത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ATM കാർഡിന് നമ്മൾ ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് ഇതിനോട് വൈഡാക്കി പറയാം. എന്താണ് ATM കാർഡിന് പറയാം? ബുത്താക്ക സറാഫ. ബുത്താക്ക സറാഫ. ഓക്കെ ആണോ? ബുത്താക്ക ബു ബി ബ മൂന്നും പറയാം കേട്ടോ. പലരും സംശയം ചോദിക്കാറുണ്ട്, ബത്താക്ക എന്നാണോ ബിത്താക്ക എന്നാണോ ബുത്താക്ക എന്നാണോ? നിങ്ങൾ ആൾക്കാർ പറയണ വർത്താനല്ലേ കേൾക്കേണ്ടത്, അത് മൂന്നും പറയും. ഓക്കെ ആണോ? അത്ര പോരെ സംഭവം. സാഹിത്യം ഏതാണ്, കറക്റ്റ് ഏതാണെന്ന് ചർച്ച ചെയ്യണ്ട. അപ്പോൾ ബത്താക്ക സറാഫ മാസിക് പിടിച്ചു എന്നുള്ളതിന് എന്താ പറയുക? മാസിക്. ഞാൻ ഈടെ മാസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ചു എന്ന്. മാസിക്കൽ മാക്കീന, അല്ലെങ്കിൽ ആലിക്ക് ഫിൽ മാക്കീന. ആലിക്ക് എന്ന് പറഞ്ഞാലും കുടുങ്ങിയെന്ന. അതേ സ്ഥാനത്ത് അപ്പം മസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എന്നാ. മസക്ക് അതിപ്പോൾ ഒരു ജീവുള്ള സാധനം പിടിക്കുമ്പോഴല്ലേ അങ്ങനെ പറയാം. എങ്കിൽ തന്നെ മാസിക്. അല്ലെങ്കിൽ താത്തൽ എന്ന് പറയും. താത്തൽ എന്ന് പറഞ്ഞാൽ മൊത്തം പണി മുടക്കി എന്നൊരർത്ഥത്തിനും പറയാം. ഏതായിരുന്നാലും മാസിക്കൽ മാക്കീന ബുത്താക്ക ഹഗ്ഗി ഖലാസ് അൽ ഹിൻജുവ. ഞാൻ ഈടെ ഒരു മസ്രി ബാങ്കിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഇയാളുടെ എന്തായി അങ്ങോട്ട് പോയി, തിരിച്ചു കിട്ടിയില്ല. ആ സമയത്ത് അവൻ്റെ ബോസിനെ വിളിക്കണം, അറബി കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ നീ പറയും? ഇബ്തല എന്ന് പറഞ്ഞാൽ വിഴുങ്ങിയെന്ന. ഈ മാക്കീന ഒരു ജീവുള്ള വസ്തുവിനെ പോലെ കൂട്ടിയിട്ട് മാക്കീന എന്ന് പറഞ്ഞ മെഷീൻ. ഏത് മെഷീനും മാക്കീന എന്നുണ്ട്. മക്കീന എന്ന് പറയണ്ട, അവരുടെ ശരീരം മാക്കീന. വല്ലാഹിൽ മാക്കീന ഹഗ്ഗി. അത് രസന്റെ വർത്താനാണ്. എൻ്റെ ബുത്താക്ക, എൻ്റെ കാട് ഈ മഷീൻ തിന്നുപോയല്ലോ എന്ന്. വിഴുങ്ങിയെന്ന, തിന്നു എന്നല്ല, തിന്നനാക്കല, വിഴുങ്ങിയെന്ന്. ഇബ്തല എന്ന് പറഞ്ഞു. ഇബ്തല. അപ്പം ഏതും പറയാം നിങ്ങൾക്ക്. എന്തായിരുന്നാലും താത്തൽ എന്നാൽ പണി കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ടോൾ ഫ്രീയിലാണ് നിങ്ങൾ വിളിച്ച് പറയുന്നതെങ്കിൽ ഹലോ അസ്സലാമു അലൈക്കും ലൗ സമഹത്ത് അന യാനി ഖലഖാത്തു ലഹും ഇസ്മക്കും, യാനി നിങ്ങളുടെ പേരും എൻവാനും പറഞ്ഞു കൊടുക്കുക. ബുത്താഖ് സറാഫ് ഹഗ്ഗി ഇബ്തല അൽ ഇബ്താഖ് സറാഹ് ബാബി മാസിക് ജൂവൽ മാക്കീന. മെഷീൻ്റെ അകത്ത് അത് ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇൻസദ് എന്ന് പറയും. ഇൻസദ്. സദ് എന്ന് പറഞ്ഞാൽ അണക്കെട്ട് എന്ന് അർത്ഥമുണ്ട്, ബ്ലോക്ക് എന്ന് അർത്ഥമുണ്ട്. ഇൻസദ് ഹജു. അതൊക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാം കേട്ടോ. ചിലപ്പം ഇനിയും നല്ല വേർഡ്സ് വേറെ ഉണ്ടാവാൻ മതിയാകും. ഓക്കെ, അപ്പം എന്തായിരുന്നാലും അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് പറയാം. ഉസ്തബി എൻതൽ ഹബീബി ഉസ്തബി. അപ്പോൾ സവി ക്യാൻസൽ, സവി ഇൽഗാ. ഈ കാർഡ് നിങ്ങൾ ഉടനെ തന്നെ എന്താക്കണം? ഇൽഗാ ആക്കണം. കാരണം ഇനി ഒരു എന്തായി വല്ല കാരണവശാലും അത് തിരിച്ചു കിട്ടിയാൽ ഒരാൾക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അതിനെ ഇൽഗാ ആക്കണം. ടെമ്പററി ഇൽഗാ ആക്കാൻ വേണമെങ്കിൽ സവി ക്യാൻസൽ. ഈ ഇൽഗാ എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ ക്യാൻസൽ എന്നതാണെങ്കിലും ഇംഗ്ലീഷിലെ ക്യാൻസൽ ഇവരെപ്പോഴും പറയുന്ന ഒരു സാധനമാണ്. വല്ലാഹി സവി ബുദ്ധി സവി ഹാദ ഹബീബി സവി ക്യാൻസൽ ഖലാസ്. താത്തൽ എന്ന് പറയും. ഏതൊരു സാധനവും പണിമുടക്കിയാൽ താത്തൽ എന്ന് പറയാം. ഓക്കെ, ചിലപ്പോൾ ഉണ്ടാകും മക്കീനയിൽ പൈസ അങ്ങോട്ട് വരും, മൂപ്പര അങ്ങോട്ട് തന്നെ പോകും, കിട്ടൂല. ഏതായാലും ക്യാഷ് മൊത്തം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. പക്ഷെ എന്തായില്ല, മക്കീനയുടെ അത് എന്താകുന്നു, അതിൻ്റെ പ്രവർത്തനത്തിലെ കൃത്യതയില്ലായ്മ കൊണ്ട് അങ്ങോട്ട് തന്നെ പോയി. അപ്പോഴും നിങ്ങൾക്ക് വിളിച്ചു പറയാം, വല്ലാഹി ഹിസാബ് ഹഗ്ഗി ജാ ഫുലൂസ് വലാക്കിൻ ഇബ്തലാ മറസാനി. ഇബ്തലാ മറസാനി, പിന്നെ അത് വിഴുങ്ങി എന്ന് പറഞ്ഞു. റജ ഇലൽ മാക്കീന മാതാനി ഫുലൂസ്, എനിക്ക് ആശന്നില്ല. ഇങ്ങനെയൊക്കെ അത്തരം വാക്കുകൾ സമയത്തിന് പഠിച്ചു വെച്ചില്ലേ ഞാൻ ആകെപ്പെട്ടു പോകും. ഓക്കെ, എന്തായിരുന്നാലും ഇത്തരം അറബികൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇത്തരം സന്ദർഭത്തിൽ പറയാനും അറബികൾ ധൈര്യപൂർവ്വം നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാനും അറബിക്കുവിന് യൂട്യൂബിനൊന്നും നടക്കില്ല. ഒരു ക്ലാസ് നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും. 10 വർഷമായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതിലൊക്കെ പങ്കുചേരാം. അതിനുവേണ്ടി ഇതിനോടൊപ്പം ഉള്ള നമ്പറിലൊക്കെ ബന്ധപ്പെട്ടാൽ നന്നായിരിക്കും. ശുക്രൻ ലക്കും. അസ്സലാം.